അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു ലഡു ഉണ്ടാക്കിയെടുത്താലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയാണത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ലഡുവിനേക്കാളും നല്ല സോഫ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. വെറും 5 മിനിറ്റ് മാത്രം മതി ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതാ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ മാവ് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കുന്നത്. അതേ ഒരു ലൂസിലാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പൊ വെള്ളം ഒന്നിച്ച് ഒഴിച്ചെടുക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ആ വെള്ളം ഞാൻ ഈ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇത് അരന്റെ കപ്പാണ്. ഇതിന് 3 കപ്പ് വെള്ളം എടുത്തിട്ട് 1/4 കപ്പ് വെള്ളം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ലഡുവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മഞ്ഞ കളറൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ആ കളറൊക്കെ ചേർത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കണ്ണാപ്പ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് കണ്ണാപ്പ വെച്ചിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് അത് അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും താഴേക്ക് മാവ് ചാടുന്നത്. അപ്പൊ ഇതുപോലെ ഏട്ടാ നമ്മള് ലഡു ഉണ്ടാക്കുക. ഇത് കണ്ണാപ്പ അല്ല കേട്ടോ, ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് പലഹാരങ്ങളൊക്കെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇതുപോലെ ഒരു കണ്ണാപ്പ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഞാനിവിടെ ലഡു ഉണ്ടാക്കി എടുക്കുന്നത് ഈ കണ്ണാപ്പ വെച്ചിട്ടല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാ ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് എണ്ണയൊക്കെ ചാടും. പിന്നെ നമ്മളത് പാകമായിട്ട് വരുമ്പം എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. അപ്പൊ ആ മാവ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയായിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഓവറായിട്ട് തിക്കാവാനും പാടില്ല, ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ മാവ് ഞാൻ ഒരു ഐസിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എല്ലായിടത്തും ഐസിംഗ് ബാഗ് ഉണ്ടാവും. അപ്പൊ അതിന് പകരമായിട്ട് ഒരു പാലിന്റെ കവറോ അല്ലെങ്കിൽ ഒരു ഓയിലൊക്കെ കൊണ്ടുവരുന്ന കവർ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താൽ മതി കേട്ടോ. അതിനൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പൊ ഒരു പകുതിയായിട്ടാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. നമുക്ക് പിടിക്കാനോ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പകുതിയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇത് അതിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള ആ മാവ് അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി അഥവാ നിങ്ങളടുത്ത് ഐസിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ചെടുത്താലും മതി. ഇനി ഇതിന്റെ ഒരു ഭാഗം പാകമായിട്ട് വരുമ്പോൾ മറ്റേ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ക്രിസ്പി ആയി പോകരുത് കേട്ടോ. അധികം മുരിഞ്ഞു പോയാൽ പിന്നെ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കടിക്കണ പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് മറ്റേ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ നോക്കാട്ടോ. അങ്ങനെ ആകുമ്പോൾ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ള മാവ് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കണ്ണാപ്പ വെച്ചിട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നും കൂടെ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതുപോലെ മാവ് കണ്ണാപ്പയിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചുറ്റിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാവ് ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് ചാടും. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ണാപ്പയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ ലഡു ഉണ്ടാക്കാന്. അപ്പൊ ഇതിന് പകരമായിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. അപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്നിട്ട് കറക്കിയെടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ആയി കിട്ടും. അപ്പൊ ഇതിവിടെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ നമുക്കിത് കിട്ടേണ്ടത്. നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾ ബൂന്തിയൊക്കെ ഉണ്ടാക്കൂല അതുപോലെ തന്നെ കിട്ടും. ഇനി ഇത് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ലഡു ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലഡു ഉണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റ് ആണ്. അപ്പൊ അത് മുഴുവനായിട്ട് ഞാനിത് അതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിത് പൊടിച്ചെടുത്തപ്പോ എല്ലാം അത് ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഏലക്കായയുടെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. ഒരു നുള്ളു മഞ്ഞ ഫുഡ് കളറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നേരത്തെ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കേട്ടോ വേണ്ടത്. കൈ കൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് ഒരു ഒട്ടണ പരുവായി കിട്ടിയാൽ മതി. അല്ലാതെ ഒറ്റ നൂൽ പരുവെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ആക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ലഡുവിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇനി പഞ്ചസാരപ്പാനി ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. അതായത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ലഡുവിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ പഞ്ചസാരപ്പാനി നന്നായിട്ട് വലിച്ചെടുക്കും. ഇപ്പൊ ഇതിലുള്ള പഞ്ചസാരപ്പാനി ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഇതിലുള്ള പഞ്ചസാരപ്പാനി നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പാകമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി. നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് ഞാൻ അതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മൾ പെട്ടെന്ന് ലഡു ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ലഡു ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അതുപോലെ കുറച്ച് നെയ്യ് കയ്യിലൊന്ന് തടവി കൊടുക്കട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നെയ്യിന്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് അതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ ഒരു ലഡുവിന്റെ വലിപ്പം എത്ര ഉണ്ടാവും എല്ലാവർക്കും അറിയാലല്ലേ. അപ്പൊ ആ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ ദാ ഈ ഒരു ലഡുവിന്റെ മുകളിൽ വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് അത് വെച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിൽ നിന്നൊരു ഉണക്കമുന്തിരി എടുത്തിട്ട് നമ്മൾ ഈ ലഡുവിന്റെ മുകളിലായിട്ട് വെച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ദാ ഒരു ലഡു നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ലഡുവിന്റെ റെസിപ്പി? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ആണ് കേട്ടോ. എന്താ പറയാ, ഒരു തേനൂറും ലഡു എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതുപോലെ കേട്ടോ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ലഡു ഉണ്ടല്ലോ, അതിനേക്കാളും ടേസ്റ്റ് ആണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇടക്കിടക്ക് നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പൊ ആ ലഡു മുഴുവനായിട്ടും നമ്മൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവ് വെച്ചിട്ട് 12 ലഡു ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.